അപ്പൊ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയാലോ. സോൾഡ് ഗുഡ്സ് 30,000. നമുക്ക് ഇത് പർച്ചേസ് പറഞ്ഞ പോലെ തന്നെ ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ഓക്കെ, ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് ഗുഡ്സ് വിറ്റു ക്യാഷ് വന്നു, അതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആസ്പെക്ട് ആണ് ക്യാഷ്. അതുപോലെ തന്നെ നമ്മൾ ഗുഡ്സ് പോയി, പക്ഷെ നമ്മൾ സ്റ്റോക്ക് ഒന്ന് റെക്കോർഡ് ചെയ്യോ? ഇല്ല. നമ്മൾ പർച്ചേസ് എന്നല്ലേ നേരത്തെ റെക്കോർഡ് ചെയ്തത്, സ്റ്റോക്ക് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ്, സെയിൽസ് ആണ് നമ്മുടെ അടുത്ത ആസ്പെക്ട്. ഓക്കെ, ക്യാഷും സെയിൽസും ആണ് അപ്പൊ നമ്മുടെ ആസ്പെക്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടല്ലേ ചെയ്തത്, ഗുഡ്സ് കൊടുത്തു ക്യാഷ് ഇങ്ങോട്ട് കിട്ടാണ് ചെയ്തത്. സോ ബിസിനസ്സിൽ ക്യാഷ് കൂടി. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇൻകം അവിടെ ജനറേറ്റ് ആയി, സോ അതും ഇൻക്രീസ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഏതാ നോക്കാം. ക്യാഷ് ഇൻക്രീസ് ആകുമ്പോൾ, അതായത് അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, ഇപ്പൊ ഇത് ഡെബിറ്റ് ആണ്, മനസ്സിലായി. സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ആണ്, അത് ഇൻക്രീസ് ആകുമ്പോഴോ, ഇൻകം ഇൻക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലെ. സോ ഇത് ക്രെഡിറ്റ് ആണ്. അപ്പൊ ജേർണൽ എൻട്രി ഫോം ചെയ്യാണ്, ഡെബിറ്റും ക്രെഡിറ്റും കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു സെയിൽസ് 30,000. ഇത് പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ടു സെയിൽസ്, അത് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇത് നേരെ അങ്ങോട്ട് ഡെബിറ്റിലും ഇത് ക്രെഡിറ്റിലും എഴുതി വെച്ചാൽ മതി. സംഭവം സിമ്പിൾ ആണ്. ഓക്കെ, ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ടു സെയിൽസ്, അത്രയും ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ക്രെഡിറ്റ് സെയിൽസ് നോക്കിയാലോ. ഇവിടെ ക്യാഷ് വരുന്നുണ്ടോ? ഇല്ല. പകരം ആരാ വരുന്നത്? ഡെപ്റ്റേഴ്സ് ആണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ എന്താ പറയാ? ഡെപ്റ്റേഴ്സ്. അപ്പൊ ഇവിടെ ക്യാഷിന് പകരം, ഈ ക്യാഷിന് പകരം ഇവിടെ എന്താ വന്നത്? ഡെപ്റ്റേഴ്സ്. പിന്നെ ഈ സെയിൽസ് അങ്ങനെ തന്നെ. ഓക്കെ, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അസറ്റ് ഫോം ആവാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഡെബിറ്റ് എഴുതി. സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ജനറേറ്റ് ആവുന്നു, ഇതേപോലെ തന്നെ സെയിം ക്രെഡിറ്റ്. അതായത് ഈ ജേർണൽ എൻട്രിയിൽ ക്യാഷ് വന്നോ? ഇല്ല. അതിന് പകരം ഡെപ്റ്റേഴ്സ് വന്നു അല്ലെ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ക്യാഷിന് പകരം ഇവിടെ ഡെപ്റ്റേഴ്സ് ആക്കി മാറ്റുക. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 30,000 ടു സെയിൽസ് അല്ലെ. ക്യാഷിന് പകരം ഡെപ്റ്റേഴ്സ് ആക്കി എഴുതുക. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പൊ ആസ്പെക്ട് നോക്കി, ഡെബിറ്റും ക്രെഡിറ്റും നോക്കി, ജേർണൽ എൻട്രി എഴുതി. ഇനി രണ്ടെണ്ണം സിമ്പിൾ ആയിട്ടുള്ളത് നോക്കാം. സാലറി പെയ്ഡ്. നമ്മൾ ഒരാൾക്ക് സാലറി, നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുക്കാണ്. സാലറി കൊടുക്കുമ്പോൾ സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അവിടെ ഫോം ആവുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കണം, അല്ലെങ്കിൽ ബാങ്ക് ആയിട്ടാണ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കണേന്ന് വിചാരിക്കാം. അപ്പൊ ക്യാഷും കുറയുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിൽ നിന്ന്. സോ ഫസ്റ്റ് സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഫോം ആവുന്നുണ്ട്, ദെൻ നമുക്ക് ക്യാഷും കുറയുന്നുണ്ട്. ഈ രണ്ട് ആസ്പെക്ട് ആണ് വരുന്നത്. സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഫോം ആവുക, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെൻസ് ഇൻക്രീസ് ആകുമ്പോൾ ഏത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസ്. നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ആണ് അല്ലേ. ഓക്കെ, ക്യാഷ് അത്രയും കുറയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരാൾക്ക് സാലറി എടുത്ത് കൊടുക്കുകയാണ്, അപ്പൊ ബിസിനസ്സിലത്തെ ക്യാഷ് അത്രയും കുറയാണ് അല്ലേ. സോ അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ജേർണൽ എൻട്രി എഴുതിയാലോ. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അക്കൗണ്ട് ഡെറ്റർ എത്ര എമൗണ്ട്? 8,000 ടു ക്യാഷ്. ഇനി ഇത് ബാങ്ക് വഴി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാഷിന് പകരം ഇവിടെ ബാങ്ക് ആക്കുക, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ചെക്ക്, പെയ്ഡ് ബൈ ചെക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ബാങ്ക് ആക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് ഈ സെയിം റെന്റ് പെയ്ഡും വരുന്നത്. സാലറിക്ക് പകരം ഇവിടെ റെന്റ് വരും, അത്രേ ഉള്ളൂ. സാലറിയുടെ പകരം ഇവിടെ ഫോം ആവുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് റെന്റ് ആണ് അല്ലേ. സോ നമുക്ക് ഡയറക്റ്റ് തന്നെ എഴുതാം, റെന്റ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ക്യാഷ് ആയിട്ട് റെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടു ക്യാഷ്. ഇനി പെയ്ഡ് ബൈ ചെക്ക് ആണെങ്കിലോ ടു ബാങ്ക്. ഓക്കെ, ഇങ്ങനെയാണ്. ഇത് വെരി സിമ്പിൾ ആണ്, പക്ഷെ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്മൾ ബേസിക് എന്ന് പറയുന്ന കാണിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഡെബിറ്റ് തന്നിട്ട് ചിലപ്പോൾ ക്രെഡിറ്റ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് തരും, ചിലപ്പോൾ ക്രെഡിറ്റ് തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറയും, ചിലപ്പോൾ നറേഷൻ ഫില്ല് ചെയ്യാൻ പറയും. നറേഷൻ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ സുഖമാണ്, ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ ഒന്ന് ബ്രാക്കറ്റിലിട്ട് എഴുതിയാൽ മതി. ഓക്കെ, നറേഷൻ എന്ന് പറയുമ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ +1 അക്കൗണ്ടൻസി വെരി സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാവും.
ഇനി നമ്മുടെ ആറാമത്തെ ട്രാൻസാക്ഷൻ ആണ് വിഡ്രോ മണി ഫോർ പേഴ്സണൽ യൂസ്. ഈ പേഴ്സണൽ യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഡ്രോയിങ്സ് ആണല്ലേ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഡ്രോയിങ്സിന്റെ മീനിങ്ങില്. ഓക്കെ, പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് ഇവിടുത്തെ ഒരു ആസ്പെക്ട് ആണ് കേട്ടോ, അത് നോക്കി വെക്കുക. ഓക്കെ, ഡ്രോയിങ്സ്. പിന്നെ അടുത്ത ആസ്പെക്ട് എന്ന് പറയുന്നത് അത്രയും മണി അവിടുന്ന് കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അവിടെ ക്യാഷ് അത്രയും കുറയില്ല ചെയ്യുന്നത്. അപ്പൊ അടുത്ത ആസ്പെക്ട് ആണ് എന്ത്, ക്യാഷ്. ഈ രണ്ട് ആസ്പെക്ട് ആണ് വരുന്നത്. ഇനി ഇത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് നോക്കാം. ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ അത്രയും ഇൻക്രീസ് ആവാണ് കേട്ടോ ചെയ്യുന്നത്. സോ ഇത് ഇൻക്രീസ് ആണ്. ദെൻ ക്യാഷ് വിഡ്രോ ചെയ്ത് എടുത്തു കൊണ്ടുപോകുമ്പോൾ കമ്പനിയിലത്തെ ക്യാഷ് അത്രയും കുറയാണല്ലേ ചെയ്യുന്നത്. സോ ഇത് ഡിക്രീസ് ആണ്. അപ്പൊ ഇൻക്രീസും ഡിക്രീസും കിട്ടി. ഇനി ഡ്രോയിങ്സ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് കാറ്റഗറിയിലാണ്, മൂന്നാമത്തെ ഐറ്റമായിട്ട് പറഞ്ഞതാണ് ഡ്രോയിങ്സ്. അതിലുള്ളത് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ഇല്ലേ നമ്മൾ പറഞ്ഞ. സോ ഇവിടെ ഇൻക്രീസ് ആയതുകൊണ്ട് ഈ ഒരു ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് ഫസ്റ്റ് കാറ്റഗറിയാണ്, ഡിക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, ഈ ഒരു റൂള് ആരും മറക്കരുത്. അതിലാണ് ഫുൾ ജേർണൽ എൻട്രീസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും കിട്ടി. നേരെ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 500 ടു ക്യാഷ് 500. സിമ്പിൾ ജേർണൽ എൻട്രി ആണ്. ഈ റൂള് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം സിമ്പിൾ ആണ്. ഓക്കെ, പിന്നെ പർച്ചേസ്ഡ് ഫർണിച്ചർ 10,000. നമ്മൾ നേരത്തെ പറഞ്ഞ പർച്ചേസും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഗുഡ്സ് വാങ്ങി എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടി ഗുഡ്സ് വാങ്ങിച്ചു എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ വാങ്ങിച്ചത് ഫർണിച്ചർ ആണ്. അത് ഗുഡ്സിന്റെ കാറ്റഗറിയിലല്ല പെടുക. ഫർണിച്ചർ എന്ന് പറയുന്നത് നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതല്ല, നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അതായത് നമ്മുടെ ഇത് ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം, ഫസ്റ്റ് ആസ്പെക്ട് വരുന്നത് ഫർണിച്ചർ. അതെന്താ, നമ്മുടെ ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ക്യാഷ് പർച്ചേസും വരും, രണ്ട് ക്രെഡിറ്റ് പർച്ചേസും വരും. അപ്പൊ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ രണ്ടാമത്തെ ആസ്പെക്ട് നമുക്കറിയാം ക്യാഷ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലോ രണ്ടാമത്തെ ആസ്പെക്ട് നമ്മൾ ഗുഡ്സ് അത്രയും വാങ്ങുമ്പോൾ നമ്മൾ അത്രയും പൈസ തിരിച്ചു കൊടുക്കാനുള്ള ലയബിലിറ്റി ആണ് നമുക്ക് ഉണ്ടാവുന്നത്. സോ ഇവിടെ നമുക്ക് ക്രെഡിറ്റേഴ്സ് ആണ് വരിക. ഓക്കെ, ഫർണിച്ചർ ഇവിടെ സെയിം തന്നെ. ക്രെഡിറ്റ് പർച്ചേസ് ആകുമ്പോൾ ക്യാഷിന് പകരം ക്രെഡിറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ അത്രയും പൈസ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ലയബിലിറ്റി ആണ് ക്രിയേറ്റ് ആവുന്നത്. സോ ഇവിടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഫർണിച്ചർ ഇൻക്രീസ് ആവാണ് ചെയ്യണം. നമ്മുടെ കമ്പനിയിൽ അത്രയും ഫർണിച്ചേഴ്സ് കൂടി. ഓക്കെ, രണ്ട് ട്രാൻസാക്ഷനിലും ഇൻക്രീസ് ആവാണ് ചെയ്തത്. ക്യാഷ് കൊടുക്കുമ്പോൾ, ക്യാഷ് കൊടുത്തിട്ടുള്ള പർച്ചേസ് ആകുമ്പോൾ ക്യാഷ് അത്രയും കമ്പനിയിൽ കുറയാണ് ചെയ്യുന്നത്. സോ ഡിക്രീസ് ആണ് ആവുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ അത്രയും പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള ലയബിലിറ്റി ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ക്രെഡിറ്റേഴ്സ് ഇവിടെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻക്രീസും ഡിക്രീസും എഴുതി. ഇനി നമുക്ക് ഏതൊക്കെ ബാലൻസ് വരണേ നോക്കാം. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ബാലൻസും, അസറ്റ് ക്യാഷ് ഇവിടെ ഡിക്രീസ് ആകുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ബാലൻസും ആണ്. അതുപോലെ തന്നെ ഇവിടെ ഫർണിച്ചർ അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഇവിടെ ഡെബിറ്റ് ബാലൻസും, പിന്നെ ഇവിടെ ലയബിലിറ്റി ഇൻക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ബാലൻസും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ജേർണൽ എൻട്രി എഴുതാൻ വേണ്ടി സുഖല്ലേ. ജസ്റ്റ് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അതാണ് ക്യാഷ് പർച്ചേസിന്റെ ജേർണൽ എൻട്രി. ഓക്കെ, ക്രെഡിറ്റ് ആകുമ്പോൾ ഈ ക്യാഷിന് പകരം ഇവിടെ എന്ത് വരും, ക്രെഡിറ്റേഴ്സ് വരും. പാർട്ടിയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ഇത്രയുള്ള വ്യത്യാസം. വെരി സിമ്പിൾ ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.